ഹായ് ഫ്രണ്ട്സ് കേട്ടുപ്പാ രാവിലെ പറയാൻ തുടങ്ങി. നിങ്ങൾ ഈ വീട്ടിൽ റൂമിൻ്റെ അകത്ത് നിങ്ങൾ വെളിയിൽ പോകണം, ഈ ബുക്ക് മൊത്തം നിങ്ങൾ സ്റ്റോറി കേട്ടോ, അത് മാത്രമല്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, ഡെലിവറി നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞു. റാബിറ്റ് അവിടെ നിന്ന് മറഞ്ഞു പോയിരുന്നു. അങ്ങനായിട്ട് ഫസ്റ്റ് ആറം പറയായിരുന്നു. ആറം ആ ബുക്ക് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെ അവരുടെ ഫോട്ടോയിൽ കണ്ട് ആറം 7 പേര് ഷോക്കായിരുന്നു. ആ സ്റ്റോറി വായിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ആ ബുക്കിൽ നമുക്ക് സ്റ്റോറിക്ക് പോവാം. 7 പ്രിൻസ് ഉണ്ടായിരുന്നു, 7 ബോയ്സ്. കാണാനുള്ള സുന്ദരനാണ് ആ രാജാവ്ക്ക് 7 കുട്ടികളുണ്ടായിരുന്നു. റാണിക്കും അതെ, അതായത് അവർക്ക് 7 കുട്ടികൾ ജനിച്ചായിരുന്നു. രാജാവ്ക്ക് റാണിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ലവ് മാരേജാണ് ചെയ്തത്, റാണി രാജാവ്. അതുകൊണ്ട് അവർക്ക് 7 കുട്ടികൾ ജനിച്ചായിരുന്നു. അങ്ങനെ 7 കുട്ടികൾക്ക് ഒരു പേരിട്ടായിരുന്നു. അങ്ങനെ കൊണ്ട് അവർ രാജ ഭരിച്ചായിരുന്നു. എല്ലാ ഗേൾസ് ഏത് അടുത്തടുത്ത രാജാവത്തെ കുട്ടികൾ രാജകുമാരിക്കും എല്ലാം 7 പേരെ പിടിക്കും. അങ്ങനെയായിട്ട് നിറയെ പ്രപ്പോസ് വന്നിരുന്നു. അങ്ങനെയായിട്ട് 7 പ്രിൻസ് അവർ ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മളെ ഹീറോയി അവിടുന്ന് നമുക്ക് നോക്കാം. നമ്മളെ ഹീറോയി ഒരു സാധാരണ ഒരു കുട്ടിയായിരുന്നു. അതുമാത്രമല്ല നന്നായിട്ട് പാട്ടും പാടും, അതുമാത്രമല്ല നന്നായിട്ട് ഡ്രോയിങ് വരയ്ക്കും നമ്മളൊക്കെ ഹീറോയി. അങ്ങനെ ഒരു ഡ്രോയിങ് വരച്ചായിരുന്നു. അങ്ങനെയായിട്ട് നടന്നു പോകുമ്പോൾ ജിന്നാണ് ഹീറോയിനെ കണ്ടത്. ജിന്ന് നോക്കിയായിരുന്നു. അത് നോക്കുമ്പോൾ ഹീറോയിനെ കണ്ട് ജിന്നൊക്കെ പിടിച്ചു പോയായിരുന്നു. ജിൻ ഹീറോയിനെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ജിന്നൊക്കെ ഒറ്റ നോട്ടത്തിന് ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജിന്ന് അവിടുന്ന് പോയായിരുന്നു. ആരാനായിരുന്നു ജിന്നൊക്കെ ലേറ്റായിരുന്നു. അതുകൊണ്ടും ഇങ്ങനെ ഓരോന്ന് പ്ലേസിൽ ഓരോന്നാൾക്ക് 7 പേർക്ക് ഓരോന്നാൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ജിന്നൊക്കെ ഡ്രോയിങ് വരയ്ക്കാൻ അറിയും. അങ്ങനെ ഡ്രോയിങ് വരച്ചാൽ പിന്നെ ബാക്കി മെമ്പേഴ്സ് ഫോട്ടോകൾ ഷോക്കായിരുന്നു. എടാ ഈ കുട്ടിയാണ് ഞങ്ങൾക്ക് കണ്ടത്. അപ്പോൾ 7 പേര് ഒരു തീരുമാനിച്ചു നമ്മൾ ഇവിടെ തന്നെ മാരേജ് കഴിക്കണം. അങ്ങനെ 7 പേര് ഓക്കെ എന്നായിരുന്നു. അങ്ങനെയായിട്ട് വേറെ രാജ്യത്തെ രാജകുമാരർക്കും ഹീറോയിനുമുള്ള ഒരു കണ്ണുണ്ടായിരുന്നു. അതെ, അവർക്ക് ഇങ്ങനെ വന്നപ്പോൾ ഹീറോയിന് അങ്ങനെ തല്ലുണ്ടായിരുന്നു. അതെ, ആ നാട്ടിലേക്ക് ഈ നാട്ടിലേക്ക് യുദ്ധമായിരുന്നു. യുദ്ധത്തിൽ തല്ലുണ്ട്. എല്ലാവരും അങ്ങനെ ഹീറോയിനെ ഒരു ലവ് ചെയ്തിട്ടുണ്ട്. ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഹീറോ അക്സെപ്റ്റ് ചെയ്തായിരുന്നു 7 പേര്. പിന്നെ ഇങ്ങനെ ഹീറോയ്ക്ക് അവർ 7 പേരും നന്നായിട്ട് കൊടുക്കും. അപ്പോൾ നല്ല ക്യാരക്ടർ, അതുകൊണ്ട് ഹീറോയെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോ എങ്ങനെ കഷ്ടപ്പെട്ടു. ഹീറോയിനെ മിറക്കിലാവോ ചെയ്തത്. അതുപോലെ ഹീറോയ്ക്ക് കുറച്ച് അവരെ പിടിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് അങ്ങനെ അവർ 2 പേര് ലവ് ചെയ്ത് നന്നായി സന്തോഷത്തിലുണ്ടായിരുന്നു. ഹീറോയി പാലസിൽ ഹീറോയ്ക്ക് കൊടുത്ത റൂമിൽ സന്തോഷമായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 പേര് തല്ലത്തിൽ ഇതായിരുന്നു. ഹീറോയി അവിടുന്ന് ഇതായി, അങ്ങനെ വില്ലൻ അവിടുന്ന് ഇതായി. അങ്ങനെയായിട്ട് ഇതാണ് ഫ്ലാഷ് ബാക്ക്. ഹീറോയിൻ്റെ ഫോട്ടോ കണ്ട് അവർ ലാസ്റ്റ് ഫോട്ടോ നോക്കിയായിരുന്നു. ഷോക്കായി ഹീറോയിനെ തിരിഞ്ഞ് നോക്കിയായിരുന്നു. തിരിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ തല കൈ വെച്ചായിരുന്നു. അവർക്ക് ഫ്ലാഷ് ബാക്കിൽ ഓർമ്മ വന്നായിരുന്നു. അങ്ങനായിട്ട് 7 പേര് ഹീറോയിനെ ഒരു മാതിരി നോക്കുമായിരുന്നു. ഹീറോയ്ക്ക് അതും അറിയില്ലായിരുന്നു. ഹീറോയി റോസിനോട് പറയുന്നു, റോസി എടി നമുക്ക് ഇവിടുന്ന് പോകണ്ടെടി, കഷ്ടോ അങ്ങനെ പറഞ്ഞായിരുന്നു. അതിൽ ബുക്കിലുണ്ടായിരുന്നു. അതിൽ മാത്രമല്ല ഒരു മാജിക് അവർക്ക് ഇഷ്ടമുണ്ട്. അതെ, മുൻജന്മത്തിൽ അവർക്ക് മാജിക് ഇഷ്ടമുണ്ട്. അവർ ആറം പറയാൻ തുടങ്ങി, എടാ അവളെ മുൻജന്മത്തിൽ ഇതിലുണ്ടാ ശരിടാ എന്ന് പറഞ്ഞ് ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ ക്ലിപ്പ് എടുത്തായിരുന്നു. അവളെ ഒന്നാണ് നോക്കണമെന്ന് പറഞ്ഞു. മുൻജന്മത്തിൽ ആറം മാജിക് യൂസ് ചെയ്തും അവൾ ജനിച്ചിട്ടുണ്ട്. നമുക്ക് ആ മാജിക് പവർ ഓൾറെഡി വന്നിരുന്നു. അങ്ങനെ ഹീറോയിനെ മിണ്ടി ഹീറോയിന് ഹെയർ എടുത്തു. പിന്നെ മുമ്പ് ജന്മത്തിലെ ക്ലിപ്പ് അത് വെച്ച് മാജിക് യൂസ് ചെയ്തു. കൺഫേം എന്ന് പറഞ്ഞായിരുന്നു. ഇവളെ തന്നെയാടാ നമ്മളെ പാർട്ട്ണർ എന്ന് ഹീറോയിനെ ഒരു മാൽ നോക്കുകയാണ് 7 പേര്. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. ഹീറോയി പറയുന്നു, എങ്ങനെ ഇടീൻ്റെ അകത്ത് പോകും. അവൻ ആ കുട്ടി റാബിറ്റ് ആ മുയൽ വന്നായിരുന്നു. അത് ആറമ്മനെ നോക്കിയ മാസ്റ്റർ. ആറം പറഞ്ഞു, വന്നോ കിട്ടി എന്ന് പറഞ്ഞു മാസ്റ്റർ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഓർമ്മ വന്നോ? അതെ, മഹാറാണിക്ക് ഇല്ലടാ ഓർമ്മ വന്നിട്ട. കിട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കിട്ടി പറയുന്നു, മാസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടോ, ഇതെല്ലാം നമ്മളെ പോകും. അങ്ങനെ ബാക്കി കിട്ടി ആറമ്മൻ്റേതായിരുന്നു. ആ കിട്ടി റാബിറ്റ്. അങ്ങനെ ബാക്കി മെമ്പേഴ്സ് വിളിച്ചാൽ ബാക്കി മെമ്പേഴ്സ് അവർക്ക് പവർ പോയായിരുന്നു. ആ പവർ പോകാൻ മുന്നേ ആ റാബിറ്റ് അങ്ങനെ ഹീറോയിന് മുടിയെടുത്തായിരുന്നു. അങ്ങനെ ആറമ്മ ഇങ്ങനെ മാജിക് ശരി അങ്ങനെയായിട്ട് അവരെ പ്ലേസിലേക്ക് പോയായിരുന്നു. ആറം പറയാൻ തുടങ്ങിയടാ. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ആറം പറയാൻ തുടങ്ങി, അവൾ ഇന്ത്യൻ കളടാ. അതിന് ആറം ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പിന്നെ അവർ ഒരാൾ കണ്ടുപിടിച്ചു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവർ ടൂറിസ്റ്റ് ലീവ് എടുത്ത് ഇന്ത്യക്ക് വന്നായിരുന്നു. ഇന്ത്യക്ക് വന്ന് ഹോട്ടലിൽ മാറി അവർക്ക് വീട് ചേഞ്ച് ആക്കാൻ പറ്റും. അതുമാത്രം ഇന്ത്യക്ക് വന്ന് അവർ ആരും കണ്ടുപിടിക്കാൻ മതി അവർ ചേഞ്ച് ചെയ്തു. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ മാസ്ക് ഇട്ട് പിന്നെ ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് വെള്ളം അടിച്ചായിരുന്നു. ഹീറോയിൻ്റെ അച്ഛന് വാ തുറന്നു.
ഹാ വന്നു നിങ്ങളാരാ മാസ്ക് ഊറിയോ 7 പേർ മാസ്ക് ഊറിയ ഹീറോയിൻ്റെ അച്ഛനൊക്കെ അമ്മയ്ക്ക് ഷോക്കായിരുന്നു. നിങ്ങൾ PTS മെമ്പർ ആയിട്ടില്ലായിരുന്നല്ലോ അതെ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു അച്ഛനൊക്കെ അമ്മയ്ക്കും അറിയും. ഹീറോയിൻ്റെ ചേട്ടൻ അല്ല ഹീറോയിൻ്റെ അനിയന് പറഞ്ഞു ഇവർ PTS പറയുമ്പോൾ അതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെ അവർ ഇരുന്നായിരുന്നു. നിങ്ങളെന്താ ഇവർക്ക് ഞങ്ങൾ സംസാരിക്കാൻ മനസ്സിലാവില്ല എന്ന് പറഞ്ഞായിരുന്നു. 6 പറയുന്നു ഞങ്ങൾക്ക് 7 പേർക്കും ലാംഗ്വേജ് അറിയൂ, ഞങ്ങൾക്ക് എല്ലാ ലാംഗ്വേജ് അറിയൂ എന്ന് 6 പറഞ്ഞു. അതെ 6 നമുക്ക് മുൻജന്മത്തിലെ എല്ലാ ലാംഗ്വേജ് അറിയൂ 7 പേർക്കും. 6 സംസാരിച്ചായിരുന്നു. 6 പറയാൻ തുടങ്ങി നിങ്ങൾക്ക് ഈ പാലസ് പേര് പറഞ്ഞായിരുന്നു. 6 പേര് പറഞ്ഞ് ഷോക്കായിരുന്നു. അതിലൊരു മുത്തശ്ശനുണ്ടായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ വന്നു. എനിക്കറിയിപ്പാ നിങ്ങളല്ലേ അവളെ പാർട്ട്ണർ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അതെ ഞങ്ങളാണ് പാർട്ട്ണർ. അവൾ പാലസ് പറഞ്ഞു. എനിക്കറിയിപ്പാ നിങ്ങൾ എവിടേക്ക് വരുന്നു, നിങ്ങളെ മുൻജന്മത്തിൽ ലവ് സ്റ്റോറി എനിക്കറിയടാ അറിയൂ. നിങ്ങളാണ് മുൻജന്മത്തിൽ നല്ല കാര്യം എനിക്ക് ഓർമ്മ ഉണ്ട് എന്ന് ആ മുത്തശ്ശന് പറഞ്ഞായിരുന്നു. നിങ്ങൾ മുൻജന്മത്തിൽ നിങ്ങൾ 2 പേർ എത്ര സിൻസിയറായി ലവ് ചെയ്തതെന്ന് എനിക്കറിയൂ. നിങ്ങൾ 7 പേർ എത്ര ലവ് ചെയ്തത് എനിക്ക് നന്നായിട്ട് അറിയൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നായിക്കോ, അവൻ വരുന്ന മുമ്പ് നിങ്ങൾ മാരേജ് കഴിച്ചു വന്നു. ആരാണ് അവനെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ പവർ യൂസ് ചെയ്യാം, അത് നിങ്ങൾ സീക്രട്ടായിട്ട് യൂസ് ചെയ്യണം പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് 2 പേർക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാം. നല്ല ദിവസം നാളെ എൻഗേജ്മെൻറ്റ് ആയിരുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്കും അവർക്ക് 7 പേർക്കും മാരേജ് ആയിരുന്നു. ആരാണ് അവനെന്ന് പറഞ്ഞു. അതെ അവനൊരു പറഞ്ഞു. അങ്ങനെയായിട്ട് ആറാം കണ്ടുപിടിച്ചായിരുന്നു. ആറാം പറയുകയാണ് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് ആറാം ചോദിച്ചായിരുന്നു. ആറാം പറഞ്ഞായിരുന്നു എടാ ജിൻ ജിന്നോട് വിളിച്ചായിരുന്നു. എന്തെടാ വി എവിടെ? അവനെ വീനെ വിളിച്ചായിരുന്നു. വി എൻ്റെ ഇട പറഞ്ഞാണ്. അങ്ങനെ വിക്ക് ഹാക്കിങ് പറഞ്ഞ് ആറമ്മക്ക് ഹാക്ക് ചെയ്യാൻ കഴിയും. വിയും ആറും 2 പേര് കണ്ടുപിടിച്ചു. അങ്ങനെ മാജിക് യൂസ് ചെയ്തു. ആറും തേടി കണ്ടുപിടിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ആ വില്ലൻ പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഒരു CEO ആണ്. അങ്ങനെ അവനക്ക് നിറയെ അതെ ഒരു CEO ആണ്. അങ്ങനെ കൊണ്ട് അവൻ നിറയെ അവൻ തെറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല അവനിക്ക് ഒരു മാഫിയ മാറി. ആറും കണ്ടു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനായിട്ട് അവനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അവൻ കേസ് അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് റിലീസായി. ആരെന്ന് റിലീസ് വിട്ടാറില്ല. അവനെ പിടിച്ച് ജയിലോട്ട്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. ഹീറോയിനൊക്കെ വന്ന് വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നു. ഹീറോയ്ക്ക് ഓർമ്മയെല്ലാം തിരിച്ചു വന്നായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു അവർ കണ്ടിട്ട്.